എവരിവൺ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ റെഡിയാക്കുകയാണ്. ഇക്കാക്കും ഉമ്മാക്കുള്ള ചായയാണ്. ഞാൻ പാൽ ചായ കുടിക്കാറില്ല. ഒന്നിൽ കട്ടൻ അല്ലെങ്കിൽ കോഫിയാണ്. കൂടുതലും കോഫിയായിരുന്നു കുടിക്കുന്നത്. ഒരു കോഫി അഡിക്റ്റാണ് ഞാൻ. അപ്പോൾ അത് മാറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇതിന് മുന്നേ ഉള്ള വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ അപ്പമാണ് വയ്ക്കുന്നത്. അപ്പവും കടലക്കറിയും ഡ്രൈ ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ അതുമാണ്. അങ്ങനെ അപ്പത്തിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുട്ട് റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പഴയ കിച്ചനാണെങ്കിലും നല്ല ചൂടാണ് കേട്ടോ അവിടെ. അതായത് 1-2 ജനലൊക്കെ ഉണ്ടെങ്കിലും നല്ല പുഴുകലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കോഫി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്ത് അതിൻ്റെ ഇടയിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിയർത്ത് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പമൊക്കെ കഴിച്ച് വന്നു. തലേ ദിവസത്തെ പാത്രമുണ്ട് കറിയും ചോറും ഒക്കെ വെച്ചത്, അതെല്ലാം കഴുകി റെഡിയാക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞ് അരി അടുപ്പത്തിട്ട് കൊടുത്തു. നമ്മൾ അടുപ്പിലാണ് ചോറ് വെക്കുന്നത്. ഉമ്മാക്ക് വേണ്ടിയുള്ളത് മാത്രമേ ഇന്ന് വെക്കുന്നുള്ളൂ. കാരണം മീൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ തലേന്നത്തെ അല്ല, പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ വാങ്ങിച്ച ചിക്കൻ്റെ ബാക്കി ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു. ഒന്നും ചെയ്യാതെ മാറ്റി വെച്ചിരുന്നു. അതെടുത്ത് കുറച്ച് ചോറാക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ അത് പൊരിച്ചെടുത്തിട്ട് ഗ്രേവി ആക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ ഉമ്മാക്കുള്ള കറികളും കൂടെ ആക്കണം. കാരണം ഉമ്മ ചിക്കൻ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ബിരിയാണി ആക്കിയിട്ട് ഉമ്മാക്ക് സാധാ ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ്. ഉമ്മാക്ക് വഴുതനങ്ങ മെഴുക്കുവരട്ടിയും ചമ്മന്തിയും പപ്പടവും മാങ്ങയിട്ട വെറും കറിയാണ്. അപ്പോൾ വെറും കറി ഞാൻ ആക്കി അതിൽ താളിച്ചെടുക്കാനുള്ള പരിപാടികളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ താളിച്ചെടുത്തിട്ട് അപ്പുറത്തിരിക്കുന്ന ഒരു സൈഡിൽ ഗ്രേവിയാണ്, ചിക്കൻ വയ്ക്കുന്ന ഗ്രേവിക്കുള്ള പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം ഞാനത് താളിച്ചെടുത്തതിന് ശേഷം എൻ്റെ ക്യാമറ ചെറുതായിട്ടൊന്ന് ഷേക്കായതാണ് കേട്ടോ, അവിടെ ഒരു ചെറിയ പിടുത്തം സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു ലോഡ് പാത്രം ആസ് യൂഷ്വൽ, ബാക്കി എല്ലാം ഒന്ന് തൊട്ടാലും ഒരു ഒട്ട പാത്രമാണല്ലോ. അപ്പോൾ ഈ പാത്രം കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ വാക്ക് ആലോചിക്കാറുണ്ട്. ചില സമയത്ത് ജോലി ഇല്ലെങ്കിൽ വല്ലവരെയും വീട്ടിൽ പോയി കലം തേക്കേണ്ടി വരും, പാത്രം തേക്കേണ്ടി വരും. അത് ഓൾമോസ്റ്റ് എല്ലാ അമ്മമാരും പറയാറുണ്ടായിരിക്കുമല്ലോ. ഇതിങ്ങനെ കഴിയുമ്പോൾ ഞാൻ പല സമയത്തും അത് ആലോചിക്കാറുണ്ട്. അപ്പോൾ ജോലി ഉണ്ടെങ്കിലും കഴിയണം, ഇല്ലെങ്കിലും കഴിയണം. അപ്പോൾ ഉമ്മാക്കുള്ള ഫുഡാണിത്. പപ്പടം, ചമ്മന്തിയും മെഴുക്കുവരട്ടിയും വെറും കറിയും. അവർക്ക് ഇതത്ര ഇഷ്ടമൊന്നുമല്ല. ഇഷ്ടമല്ലെന്ന് വെച്ചാൽ മീൻ വേണം, മീനില്ലാത്തതുകൊണ്ട് പാടാണ്. അപ്പോൾ ഇത് നമുക്കുള്ള ബിരിയാണിയാണ്. വൈകിട്ടത്തേക്കുള്ള പഴംപൊരിയും ചായയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.